ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ ഷട്ടറുകൾ തുറക്കാനുള്ള രണ്ടാം ഘട്ട ശ്രമത്തിന് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴ തിരിച്ചടിയായി. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഗായത്രി പുഴയിൽ നിന്നുള്ള ഒഴുക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി രാത്രി ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ അടച്ചെങ്കിലും ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് വീണ്ടും ഉയർത്തേണ്ടി വന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. മീറ്റ്ന തടയണയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ജല അതോറിറ്റി തൃശൂരിലെ ജലസേചന വകുപ്പ് മേധാവിക്ക് നൽകിയ കത്ത് പരിഗണിച്ചാണ് പഴയന്നൂരിന് സമീപത്തെ ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ അടച്ചത്. ഗായത്രി പുഴയിൽ നിന്നുള്ള കുത്തൊഴുക്ക് ക്രമീകരിച്ച ശേഷം മീറ്റ്ന തടയണയിലെ ഷട്ടറുകൾ തുറക്കാമെന്നായിരുന്നു പ്രതീക്ഷ. ഇതിനിടെയാണ് രാത്രി കനത്ത മഴയെത്തിയത്. ഗായത്രി പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ഒപ്പം ഭാരതപ്പുഴയിലും ഒഴുക്ക് ശക്തിപ്പെട്ടു. ഇതോടെ മീറ്റ്നയിലെ ഷട്ടറുകൾ ഉയർത്താനുള്ള ശ്രമം വീണ്ടും ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ വേനൽ മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറക്കാനാകാത്ത സാഹചര്യം രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും ഷട്ടറുകൾ ഉയർത്താനാകാതെ മടങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഗായത്രി പുഴയിൽ നിന്നുള്ള ഒഴുക്ക് ക്രമീകരിച്ച് തടയണ തുറക്കാൻ ശ്രമിച്ചത്. ഉരുക്കിൽ നിർമ്മിച്ച 26 ഷട്ടറുകളുള്ള തടയണയാണ് ഇത്. വേനലിൻ്റെ തുടക്കത്തിൽ വെള്ളം സംഭരിക്കുന്നതിൻ്റെ ഭാഗമായി അടയ്ക്കാറുള്ള ഷട്ടറുകൾ മഴ ശക്തിപ്പെടുന്നതോടെ പരമാവധി ഉയർത്തുകയാണ് പതിവ്. മഴക്കാലത്ത് കരകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണിത്. ഇത്തവണ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടെ കനത്ത വേനൽ മഴ ലഭിച്ചതോടെ തടയണ നിറഞ്ഞു കവിഞ്ഞു. നിലവിൽ തടയണയ്ക്ക് 2 അടിയോളം മുകളിലാണ് ജലനിരപ്പ്. ഒറ്റപ്പാലം അമ്പലപ്പാറ സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്ന തടയണ. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.